എന്താ കൊറേ നേരമായല്ലോ. എന്താ ഇവിടെ കൂത്ത്? ഞാനല്ലേ ചാക്യാർ കൂത്ത്. ചാക്യാരെ ഇപ്പൊ ഇങ്ങോട്ട് നമ്മള് വിളിച്ചില്ലല്ലോ. വിളിക്കാതെ ചാക്യാർക്ക് എവിടെയും കേറി വരാം എന്നാണ് പറഞ്ഞു വെപ്പ്. അല്ല, എസ് കെന് പരിചയമുള്ള ചാക്യാരാണോ ഇത് എന്ന് നമുക്കൊരു സംശയം. എസ് കെന് വല്ല പരിചയമുണ്ടോ? പറഞ്ഞുള്ള വരവാ അല്ല, എന്തോ കൂരായണം പറഞ്ഞുള്ള വരവാണെന്ന് പറയുന്ന വിദ്വാൻ അവിടെ നിന്നുള്ള പറയണം മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ട് വരുന്നില്ലേ? അല്ല, എസ് കെ എന്തോ പറഞ്ഞു, കൂരായണോ? അത് കൂരായണാണോ? കൂരായണം പറയുന്ന ഒരു പെൺകുട്ടിയാണ്. നടന്നിട്ടും പൊക്കിയോ തൂക്കിലോ നഥാന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയാണല്ലോ. അപ്പൊ നമ്മള് കൂരായണെ ഇന്ന് ചാക്യാരായി ഇറക്കിയിരിക്കുകയാണ്. അവിടെ കഴിഞ്ഞ ഒരു 4-5 മണിക്കൂറായിട്ട് ഇങ്ങനെ തൃശ്ശൂർ റൗണ്ടിൽ മൊത്തം ചാക്യാര. അതായത് 4-5 മണിക്കൂറായിട്ട് തൃശ്ശൂരുകാര്, വേദികള്, കലോത്സവം, ടീച്ചർമാര്, കുട്ടികള്, അവരുടെ സ്നേഹം, അവരുടെ തല്ലി അല്ല അവരുടെ റോഡല്, അങ്ങനെ എല്ലാം കൂടിയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. ഇവിടെ വീർത്തിരിക്കണ പോലെ തോന്നുന്നുണ്ടോ? പല്ലുപോയോ? അപ്പൊ എസ് കെ നമ്മള് ഈ രീതിയിൽ ഇന്ന് ചാക്യാരായി കൂരായണി നമ്മുടെ ഈ തേക്കിൻകാട് മൈതാനവും നമ്മുടെ തൃശ്ശൂർ റൗണ്ടൊക്കെ കറങ്ങി വരട്ടെ. ഓക്കെ. അപ്പൊ എസ് കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ കലാ പ്രകടനങ്ങൾ ആസ്വദിക്കുകയാണ്. വിസ്മയമാണ്, അത് പറയാതെ വയ്യ. കഴിഞ്ഞ 5 വർഷമായി 15 വർഷമായി ഒക്കെ ചില സ്കൂളുകൾ തുടർച്ചയായി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നു. ചില ഐറ്റങ്ങൾ എടുക്കുന്നത് നമ്മളെ വിസ്മയിപ്പിക്കുകയാണ്. അതോടൊപ്പം തുടർച്ചയായ വർഷങ്ങളിൽ പെർഫോം ചെയ്യുന്ന ഗായകരെ കണ്ടു, നർത്തകിമാരെ കണ്ടു, ഈ എന്താണ് പദ്യം ചൊല്ലുന്നവരെ കണ്ടു. അങ്ങനെ ഒരുപാട് പേർ. അതുപോലെ ഈ മത്സരാർത്ഥികൾ മാത്രമല്ല എസ് കെ, അവരുടെ കൂടെ ഇങ്ങനെ വർഷങ്ങളോളം പരിശീലനമായിട്ട് നല്ല ക്ഷമയോടുകൂടി ചില കുട്ടികളൊക്കെ പഠിച്ചെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. അവർക്കൊപ്പം തന്നെ നിൽക്കുന്നു. അവർ പെർഫോം ചെയ്യാൻ വേദിയിലെത്തുമ്പോൾ അവർക്കൊപ്പം ശ്വാസം അടക്കി പിടിച്ച്, പക്ഷെ ആരോഗ്യകരമായ മത്സരമാണ്, അതൊക്കെ അവർക്ക് അറിയാം. എങ്കിൽ പോലും നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുമ്പോൾ അതിലെല്ലാ തരത്തിലും ഉൾക്കൊണ്ട് സന്തോഷത്തോടെ പങ്കെടുക്കുന്ന അധ്യാപകരെ, രക്ഷകർത്താക്കളെ, പരിശീലിപ്പിക്കുന്നവരൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയല്ലേ ചാക്യാരെ? നിങ്ങള് ചാക്യാര് പോയപ്പോ എന്താ കണ്ടത്? എല്ലാരും സന്തോഷത്തിലാണ്, ഭയങ്കര സന്തോഷത്തില്. തൃശ്ശൂരിന്റെ സ്നേഹം അറിഞ്ഞു എന്നാണ് പറയണത്. അങ്ങനെ നമ്മളെ എല്ലാവരും, മന്ത്രിമാരും, പിന്നെ അതിന്റെ അധികൃതരും, ഹരിതകർമ്മസേന വരെ. ഞാൻ ചെന്നപ്പോഴുണ്ട് ഒരു വിദ്വാൻ ഹരിതകർമ്മസേനരെ പച്ച ഷർട്ട് ഇട്ട് നിൽക്കണു, മൊത്തം പച്ചപ്പാണേ. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് നിൽക്കണത്. എത്ര അങ്ങനെ എല്ലാം കൊണ്ടും ഉഷാറാണ്. അവിടെ ആ ഫ്ലോറിൽ ഇരിക്കുന്ന വിദ്വാൻ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരേണ്ടതാണ്. നമുക്ക് നമ്മുടെ പുറകിലായിട്ട് നല്ല മിടുമിടുക്കി കുട്ടികള് അവരുടെ പെർഫോമൻസ്. അതായത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഡ്യൂപ്ലിക്കേറ്റ്. പറഞ്ഞു കേട്ടോ, ഈ പണി തുടരേണ്ടി വരും. അതെ, അപ്പൊ 8ന്റെ പണി കിട്ടിയെന്ന് സാരം. ഞാൻ പോണു.